നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. എഡിജിപിക്കും പി ശശിക്കുമെതിരെ പരാതിയുമായി പി.വി. അൻവർ പാർട്ടിക്ക് മുന്നിലേക്ക്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ നേരിട്ട് കണ്ട് പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്കും നൽകി. സംഘടനാ തലത്തിൽ പ്രശ്നം പരിശോധിക്കണമെന്നും അൻവറിന്റെ ആവശ്യം. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പൂരം കലക്കിയതും RSS നേതാവിനെ കാണാൻ എഡിജിപി അജിത് കുമാറിനെ അയച്ചതും മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ്. RSS ജനറൽ സെക്രട്ടറിയുമായി അജിത് കുമാർ സംസാരിച്ചത് 1 മണിക്കൂറോളം. പി ശശിക്കെതിരായ പി.വി. അൻവറിന്റെ പരാതിയിൽ അന്വേഷണം നടത്തും. നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ബലാത്സംഗ കേസിൽ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കോതമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന്. സംഭവം നടന്നത് 2023 ദുബായിൽ. നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ 28 നടക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച വള്ളംകളിക്ക് മുഖ്യമന്ത്രിയുടെ അനുമതി. ജലമേള നടത്താനുള്ള തീരുമാനം നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താൽ 5 വർഷം വരെ തടവ്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിനുണ്ടായ വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പുതിയ നടപടിയെന്ന് BJP. തമിഴ് സിനിമയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ പ്രമുഖരടക്കം 500 പേരെങ്കിലും കുടുങ്ങുമെന്ന് നടി രേഖാ നായർ. നടിമാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ മലയാളത്തിലേക്കാൾ തമിഴിൽ കൂടുതലാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ എല്ലാവർക്കും ഭയമാണ്. മുൻപ് താൻ ഇതിന് ശ്രമിച്ചതോടെ അവസരങ്ങൾ നഷ്ടമായെന്നും രേഖാ നായർ പറഞ്ഞു. മലയാളിയായ രേഖ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും TV ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ്. UK വിസ തട്ടിപ്പ്. വിദ്യാർത്ഥികളെ ചൂണ്ടയിട്ട് അന്താരാഷ്ട്ര സംഘം. ആയിരക്കണക്കിന് പൗണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് തട്ടിക്കുന്ന സംഘം അവർക്ക് നൽകുന്നത് വ്യാജ വിസ. വ്യാജ ഡോക്യുമെന്റുകൾക്ക് പിന്നിൽ തൈമൂർ റാസ എന്ന പാക് പൗരൻ. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്ത ബ്രിട്ടൻ. നടപടി ഇസ്രായേൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന ആശങ്കയിൽ. ആയുധ ഉപരോധമല്ലെന്നും ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി. അമേരിക്കൻ പാർലമെന്റ് ആക്രമണ കേസിൽ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിലെ സുരക്ഷാ വലയം ഭേദിച്ച് അവിടം കലാപ ഭൂമിയാക്കിയെന്ന കുറ്റപത്രം. കേസിൽ കുറ്റക്കാരനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ ഭാര്യയുടെ പിന്തുണ കമലാ ഹാരിസിന്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് തുടർച്ചയായ 2ാം വിജയം. ട്രിവാൻഡ്രം റോയൽസിനെതിരെ 33 റൺസ് വിജയമാണ് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.